ഞാൻ കുഞ്ഞിനെ തന്നെ നോക്കി നടക്കുമായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ സത്യമയുടെ വീട്ടിൽ നിന്നാ. പേര് രമണൻ പിള്ള. എനിക്കറിയാം മോളെ, എനിക്ക് ശാലിനി കുഞ്ഞിനെ ഒന്ന് കാണണം. മാഡം ഒരു വീഡിയോ കോൺഫറൻസിലായിരുന്നു. കഴിഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഒന്ന് നോക്കാമോ? വളരെ അത്യാവശ്യമുള്ളൊരു കാര്യത്തിനായിട്ടാണ് ഞാൻ വന്നത്. ആ വീട്ടിലെ അവസ്ഥ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. അതാ ഞാൻ തന്നെ പോകുന്നത്. എന്നാ ഞാനൊന്ന് നോക്കട്ടെ. പിള്ളച്ചേട്ടനൊന്ന് വെയിറ്റ് ചെയ്യും. ശരി. Okay, take up this project if you can. I will guarantee, definitely it will benefit you. That's okay. Definitely meet you in person. Yeah, sure. Thank you. മാഡം, സത്യമയുടെ വീട്ടിലെ പിള്ളച്ചേട്ടൻ കാണാൻ വന്നിട്ടുണ്ട്. പിള്ളച്ചേട്ടൻ ഇവിടെ? എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞത്. അനു, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? സത്യമോളെ വീട്ടിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യോ? ഞാൻ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നേക്കാം. അതിനെന്താ മാഡം, ഞാൻ മോളെ പോയി വിളിച്ചോളാം. എങ്കിൽ പിള്ളച്ചേട്ടനോട് കയറി വരാൻ പറ. അനു പൊയ്ക്കോ. ഇല്ലെങ്കിൽ സത്യ കാത്തു നിന്ന് മടുക്കും. ഓക്കെ മാഡം. എന്തിനായിരിക്കും പിള്ളച്ചേട്ടൻ വന്നത്? വരൂ, മാഡം വിളിക്കുന്നുണ്ട്. കുഞ്ഞേ, പിള്ളച്ചേട്ടാ വരൂ. കുഞ്ഞേ. ഇരിക്കു പിള്ളച്ചേട്ടാ. വേണ്ട കുഞ്ഞേ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കു പിള്ളച്ചേട്ടാ. ഇനി പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ ഇപ്പോ വിശേഷങ്ങളുടെ ഒരു ബഹളമാ കുഞ്ഞേ. മോൾ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലേക്കാ നീങ്ങുന്നത്. ഞാനിവിടെ വന്ന കാര്യമോ ഇങ്ങനൊക്കെ പറഞ്ഞ കാര്യങ്ങളോ സത്യം അറിയരുത്. അറിഞ്ഞാ പിന്നെ ഞാൻ... എനിക്കറിയല്ല സത്യമ്മയുടെ കാര്യങ്ങൾ. ഒരാവശ്യമില്ലാതെ എടുക്കുന്ന വാശി, ആ വാശി തന്നെയാ സത്യാമ്മയെ തകർക്കുന്നത്. ഇനിയിപ്പോ തകരാനായിട്ട് ഒന്നുമില്ല മോളെ. എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുക. എന്തൊക്കെയോ കാര്യങ്ങൾ തന്നിഷ്ടത്തോടെ ചെയ്തു. അതൊക്കെ ഇപ്പോ വൻ ബാധ്യതയായിട്ട് മുന്നിൽ വന്ന് നിൽക്കുക. ഇങ്ങനെ കേസും കൂട്ടവുമായി പോകാൻ പോലും സത്യാമ്മയുടെ കയ്യിൽ കാശില്ല. വക്കീലിന് ഫീസ് കൊടുക്കാനായി സത്യാമ്മയുടെ ആഭരണങ്ങൾ വരെ എന്റെ കയ്യിൽ ഊരി തന്നു.